ഈ സെല്ലർ മല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആമസോൺ റിലേറ്റഡ് ആയിട്ടുള്ള എ ടു സെഡ് പ്ലാറ്റ്ഫോം വർക്ക് നിങ്ങൾക്ക് എങ്ങനെ ഈസി മെത്തേഡ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാഫിനും കാര്യങ്ങളൊന്നും വെക്കാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് ആമസോണിൽ സെയിൽ ചെയ്ത് വരുമാനം നേടാനുള്ളതിന്റെ എല്ലാ ഈസി സ്റ്റെപ്പും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഓരോ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെങ്ങനെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് മാപ്പിംഗ് എന്നുള്ളതാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ലിസ്റ്റിംഗ്, ആഡ്സ് കാര്യങ്ങൾ, എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ആമസോൺ പ്രൊഡക്റ്റ് മാപ്പിംഗ് ചെയ്യുന്നത്. മാപ്പിംഗ് എന്താന്ന് ആർക്കും അറിയണ്ടാവില്ല. അത് എങ്ങനെയാന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു ഉദാഹരണം, ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതിന് 1000 ഈ പ്രൊഡക്റ്റ് നമ്മളെടുത്ത് ഇവരെക്കാട്ട് കുറച്ച് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് നമുക്ക് മാപ്പ് ചെയ്യാം. മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, മന്ത്ലി 1000 സെയിൽ ഉണ്ട്. ഈ സെയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നേരെ ഡൈവേർട്ട് ആവും. അതിന് നേരെ ഒന്നുമില്ല, നിങ്ങൾ ഇതിനെ മാപ്പ് ചെയ്യുമ്പോൾ നേരെ എന്ത് ചെയ്യും, ഈ ബൈനോയില് നേരെ ഫസ്റ്റ് ഇവിടെ ഉണ്ടാവുക മാപ്പ്. ഇതിപ്പോ നിലവിൽ ആരും മാപ്പ് ചെയ്യാത്തതുകൊണ്ട് എന്തായി, ഇവിടെ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കുറച്ചിട്ട് ഇവർ അപ്രൂവലും വേണം, ചില ഇതിന് അപ്രൂവൽ വേണം. അപ്പൊ എന്ത് ചെയ്യും, ബൈ ചെയ്യുമ്പോൾ നിങ്ങളതാണ് ഫസ്റ്റ് കാണിക്കുക ഇതിനെക്കാട്ടി കുറവാണെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സെയിൽ വരും. ഈ സെയിൽ നേരെ നിങ്ങൾക്ക് ഡൈവേർട്ട് ആവും. ഇനി ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇതിനെക്കാട്ട് റേറ്റ് കൂടുതലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, മാപ്പ് ചെയ്ത് വെച്ചിരിക്കണം. കാരണം ഇവരെടുത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന സമയം വരുമ്പോൾ ഈ സെയിൽ എന്ത് ചെയ്യും, നമുക്ക് ഡൈവേർട്ട് ആവും. എന്ത് ചെയ്യില്ല, ഇത് ഇവരെടുത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും നേരെ അമ്മയ്ക്ക് കൺവേർട്ട് ആവും. പക്ഷെ ഇവരെടുത്ത് ഇല്ല വെച്ചിട്ട് ലിസ്റ്റിംഗ് നിൽക്കുന്നില്ല. അപ്പോൾ എപ്പം നമ്മുടെ അടുത്ത് ഈ അപ്രൂവൽ കിട്ടുന്ന കുറെ ലിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് ലിസ്റ്റിംഗ് ഉണ്ടാവും. അപ്രൂവൽ ഉള്ളതിനെ നമ്മുടെ സെയിം പ്രൊഡക്റ്റ് ആണെങ്കിൽ പോയി ഇത് മാപ്പ് ചെയ്ത് ഇടാണ്ടില്ല. ഇതൊക്കെ മന്ത്ലി 2000 സെയിലുള്ള പ്രൊഡക്റ്റാ. ഇതൊക്കെ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കാ. ഒറ്റയ്ക്ക് ഡൈവേർട്ട് ആയാൽ ഒരു ദിവസം നല്ലൊരു സെയിൽ നിങ്ങൾക്ക് നേരെ കൺവേർട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ അതാണ് മാപ്പിംഗ്. ഇത് മാപ്പിംഗ് ആണ് ചെയ്യാന്ന് പറഞ്ഞു തരാം. അതിനെന്ത് ചെയ്യണം, ഇത് ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന്റെ ഏശയം നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. ഇതിന്റെ ഏശയം വെച്ചിട്ടാണ് മാപ്പ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ഏശയം. ഈ ഏശയം എടുത്തിട്ട് കോപ്പി ചെയ്യുക. ഈ ഏശയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മദറാണ്. ഈ ലിസ്റ്റിങ്ങിന്റെ ആമസോൺ ഒരു കോഡ് തരാണ് ഈ പ്രൊഡക്റ്റ്, ഈ ലിസ്റ്റിങ്ങിന്റെ ഈ കോഡ് കണ്ടില്ലേ. ഈ ഏശയം ഈ ഒരു ടൈറ്റിൽ സെർച്ച് ചെയ്യണമെന്നില്ല. ഈ ഏശയം തന്നെ നമ്മൾ സെർച്ച് ബാറിൽ കൊണ്ടുപോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ ഉള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ സെല്ലർ അക്കൗണ്ട് പോയിട്ട് കാറ്റലോഗില് ആഡ് പ്രൊഡക്റ്റില് വെബ് URL പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഏശയം ഇവിടെ കോപ്പി ചെയ്യുക. സോറി ചെറിയൊരു മിസ്റ്റേക്ക് വെച്ചു. ഈ സെർച്ചിൽ പോയിട്ട് ഇത് സെർച്ച് ചെയ്യാം. അതെന്ത് ചെയ്യും, ഇവിടെ അത് വിസിബിൾ ആയതുകൊണ്ടില്ലേ, ന്യൂ സെല്ല് ദിസ് പ്രൊഡക്റ്റ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ ഇതിന് മാപ്പിങ്ങിന്റെ ഒരു ഓപ്ഷൻ നമുക്ക് വന്നു. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് SKU ഉണ്ടാക്കുക. നമ്മളെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് തിരിച്ചറിയാൻ വേണ്ടി ഉണ്ടാക്കുന്നതിനാണ് SKU, സ്റ്റോക്ക് യൂണിറ്റ് കീപ്പിംഗ് യൂണിറ്റ്. നമ്മള് പ്രൊഡക്റ്റ് വന്ന് ഇതെന്താ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ അയിമെന്ന് ഉണ്ടാക്കുക. തൽക്കാലം ഞാൻ എന്ന് ജസ്റ്റ് ഇട്ടു. ജസ്റ്റ് ഈ പ്രൊഡക്റ്റ് ഡൈവേർട്ട് ചെയ്തിട്ട് ഒറ്റയ്ക്ക് മനസ്സിലാൻ വേണ്ടി. അപ്പൊ ക്വാണ്ടിറ്റി കൊടുക്കുക, 5 ഞാൻ കൊടുത്തു. വെറുതെ യുവർ പ്രൈസ്, നമ്മുടെ പ്രൈസ് എത്രയാണെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെക്കാട്ടി കുറവാണെങ്കിൽ സെയിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മുടെ അടുത്ത് ഈ പ്രൊഡക്റ്റ് ഇല്ല, അപ്പൊ ഞാൻ തൽക്കാലം ഈ സെയിൽ നമുക്ക് ഡൈവേർട്ട് ആവാക്കാൻ വേണ്ടി തന്നെ ഞാൻ എന്ത് ചെയ്യും, 300 ഇട്ട്, ഇത് 333 ഇട്ട്. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഞാൻ ജസ്റ്റ് ഒരു 454. ഓഫർ കണ്ടീഷൻ ന്യൂ കൊടുത്തു. ഈസി സെൽഫ് ഷിപ്പ് എന്ന് വെച്ചാൽ ഈസി ഷിപ്പ് മെത്തേഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ആമസോൺ ഫുൾഫിൽമെന്റ് വഴി സെയിൽ ചെയ്യണോ, അല്ലെങ്കിൽ ആമസോണിന്റെ ഈസി ഷിപ്പ് മെത്തേഡ് ആണോ. നമ്മൾ ഈസി ഷിപ്പ് മാത്രമാണ് ഇപ്പൊ ചൂസ് ചെയ്തത്. നമ്മൾ ചെയ്യലുള്ളൂ. ഈസി ഷിപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ആൻഡ് ഫിനിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിംഗ് എന്താ നമ്മൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ചിലതിന് നമുക്ക് അപ്രൂവൽ വേണം. ഇതിന് എന്തോ അപ്രൂവൽ ഇല്ലാതെ തന്നെ നമുക്ക് മാപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പം എന്ത് ചെയ്യും, ഇത് ഈ പ്രൈസ് ആക്കണേ, ഇവരിട്ട പ്രൈസ് ഉണ്ടല്ലോ, ഇവർക്ക് ഈ പ്രൈസിനെക്കാട്ടി ഞാൻ കുറച്ച് സെയിൽ ചെയ്യുകയാണെങ്കിൽ നേരെ ഈ സെയിൽ എനിക്ക് ഡൈവേർട്ട് ആവും. എനിക്ക് ഈ സെയിൽ മൊത്തം ഡൈവേർട്ട് ചെയ്യും.
2000 മന്ത്ലിയാണ് ഇതിന്റെ സെയില്. ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കട്ടെ. മന്ത്ലി 2000 സെയിലുള്ള ഈ പ്രൊഡക്റ്റ് ഞാൻ മാപ്പ് ചെയ്യുമ്പോൾ എനിക്കൊരു ദിവസം കണ്ടില്ല 66 ക്വാണ്ടിറ്റി ഓർഡർ വരും. ഈ 66 ക്വാണ്ടിറ്റിയിൽ നിന്ന് എനിക്കൊരു 10 രൂപ കിട്ടിയാൽ തന്നെ, ഒരു ദിവസം 10 രൂപ കിട്ടിയാൽ തന്നെ നമുക്ക് എന്തായി 666 രൂപ കിട്ടി. ഈ 666 ഞാൻ 30 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റ് ഇത് മാത്രം എനിക്ക് മാർക്കറ്റ് പോയി വാങ്ങി കഴിഞ്ഞ് മാപ്പ് ചെയ്താൽ തന്നെ എനിക്ക് 20,000 രൂപ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം എനിക്ക് കിട്ടും. ഇങ്ങനെ ഓരോ മെത്തേഡ് വഴി ആമസോണിൽ എന്ത് ചെയ്യാം, നമുക്ക് മാപ്പിംഗ് അവൈലബിൾ ആയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കും ഇതുണ്ടല്ലേ, ഈ ഒരു പ്രൊഡക്റ്റ് വന്ന് ഞാൻ 10 രൂപ വെറുതെ ഒന്ന് കൂട്ടിയത്, എന്തായാലും 10 രൂപ അല്ല അതിലും കൂടുതൽ കിട്ടും, 50 രൂപേന്റെ പുറത്ത് കിട്ടും. ജസ്റ്റ് 50 രൂപേന്റെ പുറത്ത് കിട്ടും. ജസ്റ്റ് ഞാൻ 50 രൂപ 40 വെച്ച് കൂട്ടാം, എക്സ്ട്രാ ഒരു 40. സോറി, ഇത് കാൽക്കുലേറ്റ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, സോറി. 2000 ഇൻറ്റു 4, സോറി 20,000 ആണ് നമ്മൾ 10 രൂപ വെച്ച് കൂട്ടിയാൽ കിട്ടുക. 20,000 ഇൻറ്റു 4, 80,000 രൂപ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വരുമാനം നേടാം. ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ആമസോണിൽ. നിങ്ങൾക്ക് ഇതുപോലെ ഓരോ പ്രൊഡക്റ്റ് നോക്കിയിട്ട് അപ്രൂവൽ ഉള്ളതൊക്കെ മാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ നല്ല സെയിൽ ഉണ്ടാക്കാം. ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്, ഹൈ പ്രൈസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതൊക്കെ ഈ സെയിം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കുറച്ച് രീതിയിൽ മാർക്കറ്റിൽ കിട്ടും. ഇത് ജസ്റ്റ് ബ്രാൻഡ് ആകുമ്പോൾ ഹൈ പ്രൈസിലാണ് സെയിൽ ചെയ്യുക. അതുപോലെ ഉണ്ടല്ലേ, ഇതൊക്കെ മാർക്കറ്റിൽ ചീപ്പായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെ ചീപ്പല്ല, ബെറ്റർ ആയിട്ടുള്ള പ്രൈസിന് കിട്ടുന്ന പ്രൈസ്. ഇതൊക്കെ നിങ്ങൾ മാപ്പ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാം. നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് റീച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് വരുമാനം നേടാം. ഇതുപോലെ പക്ഷെ മാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ടിനെ ഡീആക്റ്റീവ് ചെയ്യിക്കാൻ ഒരു കംപ്ലൈന്റ് ഒക്കെ ചെയ്യും. നമ്മൾ അക്കൗണ്ട് ഹെൽത്ത് കറക്റ്റ് ഫോളോ ചെയ്താണ്. ഇതുപോലെ കാണിച്ചു തരാം. ഇതുപോലെ അക്കൗണ്ട് ഹെൽത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല. ഇതിൽ എന്തെങ്കിലും എററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കും. ഒരു അടുത്ത വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ട് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലെ ആമസോൺ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് സെയിൽ ഇൻക്രീസ് ആക്കാനും നല്ല നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഇങ്ങനത്തെ പ്രൊഡക്റ്റും കിട്ടണമെങ്കിൽ നിങ്ങൾ സ്റ്റാഫിനെ വെക്കാതെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ A to Z പ്ലാറ്റ്ഫോം വർക്കുകൾ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അതിന് ഇങ്ങനത്തെയുള്ള ഓരോ വീഡിയോസ് എത്രയും വേഗം കിട്ടാനും ഇതുപോലെ നിങ്ങൾക്കൊരു നല്ലൊരു സെല്ലർ ആവാനും വരുമാനം നേടുന്ന സെല്ലർ ആവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക.